Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പുകാലം 3-ാം ഞായറാഴ്ച നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ അവിടുത്തെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അർത്ഥം ശിഷ്യരായ നമ്മെ സംബന്ധിച്ച് എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ 4 വായനകൾ. സവിശേഷമാമിതം ഈശോ തന്റെ വേർപാടിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആ വിടവാങ്ങൽ പ്രസംഗത്തില് അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നത് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തുന്നത് 14-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപേ പ്രവാചകന്മാരിലൂടെ ദൈവം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാനാണ് പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയില് യേശയ്യാ നബിയുടെ പുസ്തകം 56-ാം അധ്യായത്തില് ആദ്യത്തെ വാക്യങ്ങളില് പ്രവാചകൻ വിശ്വസ്തയായ ഇസ്രായേലിനോട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നീതി പാലിക്കുക, ന്യായം ചെയ്യുക, തിന്മ പ്രവർത്തിക്കാതിരിക്കുക, സാബത്ത് ആചരിക്കുക, കർത്താവിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കുക. അങ്ങനെയെങ്കിൽ എന്റെ ആലയത്തിൽ ശ്രേഷ്ഠമായ നാമം ഞാൻ നിനക്ക് നൽകും. എന്റെ പരിശുദ്ധമായ ഗിരിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. എന്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ നിനക്ക് സന്തോഷം നൽകുമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കുന്ന, അവിടുത്തെ നീതി പാലിക്കുന്ന, അവിടുത്തെ ന്യായം പ്രവർത്തിക്കുന്നവർക്ക് നിശ്ചയമായും പ്രതിഫലം ലഭിക്കും. അത് കർത്താവിന്റെ ഭവനത്തില്, കർത്താവിന്റെ ആലയത്തിലുള്ള ജീവിതമാണ്, അവിടെയുള്ള സന്തോഷമാണ് എന്ന് യേശയ്യാ നബിയായിലൂടെ ഈശോ വ്യക്തമാക്കിയതാണ് യഥാർത്ഥത്തില് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ഈശോയുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് പോകുന്നത്. പോയി കഴിഞ്ഞ് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോൾ എവിടേക്കാണോ ഈശോ തന്റെ മരണത്തിലൂടെ മഹത്വീകരണത്തിലൂടെ പ്രവേശിച്ചത്, ആ പിതാവിന്റെ പക്കലേക്ക്, സന്നിധിയിലേക്ക്, പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് തന്നിൽ വിശ്വസിക്കുന്നവരെയും അവൻ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ആ വ്യക്തമായ വെളിപ്പെടുത്തലിന്റെ സൂചനയായിരുന്നു യേശയ്യാ നബിയ നൽകിയത്. ഇതേ കാര്യം തന്നെയാണ് പൗലോസ് ശ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തില് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് മുൻപേ മിശിഹായിൽ പിതാവായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മെ പുത്രരായി ദത്തെടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈശോ മിശിഹായുടെ കൃപയ്ക്കൊത്ത വിധം നമുക്ക് പാപമോചനവും രക്ഷയും അവിടുന്ന് നൽകി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും മിശിഹായിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പൗലോസ് ശ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ, അതാണല്ലോ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന. അവിടെയും ഇക്കാര്യം തന്നെയാണ്. അനാദി മുതലേ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം തന്റെ രക്ഷാ പദ്ധതി പ്രകാരം നമ്മെ എപ്രകാരമാണ് തിരഞ്ഞെടുത്തിരുന്നത്, മിശിഹായുടെ സഹനമരണോത്ഥാനങ്ങളിലൂടെ അവിടുത്തെ കൃപയ്ക്കൊത്ത വിധം പാപമോചനവും രക്ഷയും നൽകുവാൻ തീരുമാനിച്ചിരുന്നത് എന്നാണ് പൗലോസ് ശ്ലീഹായും വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അവസാനവും 14-ാം അധ്യായത്തിന്റെ ആരംഭത്തിലുമായി വിവരിക്കുന്ന ഈ സുവിശേഷ ഭാഗം മനസ്സിലാക്കുവാൻ. 13-ാം അധ്യായത്തില് അന്ത്യത്താഴവേളയിലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പുതിയ ഉടമ്പടിയുടെ കൽപ്പന, സ്നേഹത്തിന്റെ പ്രമാണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്നുള്ള കൽപ്പന നൽകിയതിനു ശേഷം ഈശോ പറഞ്ഞു, നീ അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുകയുള്ളൂ. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ പത്രോസ് ചാടി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ തീർച്ചയായും നിന്നെ അനുഗമിക്കും. എന്തുകൊണ്ടാണ് അനുഗമിക്കുവാൻ സാധിക്കുകയില്ലാത്തതെന്ന്. അപ്പോൾ ഈശോ വ്യക്തമായി പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് എന്നെ അനുഗമിക്കാൻ സാധിക്കുകയില്ല, പക്ഷേ പിന്നീട് നീ എന്നെ അനുഗമിക്കുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈശോയുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വഴി പിതാവിന്റെ പക്കലേക്കുള്ള ആ കടന്നുപോകലിനെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്. അത് ഈ ഈശോയുടെ സഹനമരണോത്ഥാനത്തിന്റെ സമയത്ത് പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നതും അകന്നു പോകുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പത്രോസിന്റെ ജീവിതത്തിന്റെ അവസാന രക്തസാക്ഷിത്വത്തിലൂടെ ഈശോയെ അനുഗമിക്കുന്നത്, ഈശോ പോയ ആ വഴിയെ തന്നെ, സഹനത്തിന്റെയും മരണത്തിന്റെയും വഴിയെ ഉത്ഥാന മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതും നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. അതിനുശേഷം ഈശോ ശിഷ്യന്മാര് താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ അസ്വസ്ഥരായതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. എന്താണ് ഈശോയുടെ സഹന മരണോത്ഥാനങ്ങളിലൂടെ സംഭവിച്ചത് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയായിരുന്നു. എവിടെ നിന്നാണോ പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്നത്,
ആ തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് അവിടുന്ന് തിരികെ പോകുന്നത്, പിതാവിന്റെ പക്കലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് തന്നിൽ വിശ്വസിക്കുന്നവരെയും അവിടുന്ന് ഉയർത്തും എന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നു ഈശോ. ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ദൈവിക സഹവാസത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്നു. അവിടെ തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം സ്ഥലമുണ്ട്, സൗകര്യമുണ്ട് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയായിരുന്നു. ദൈവസന്നിധിയിലേക്ക് അതുവരെ ഒരു മനുഷ്യനും പ്രവേശിച്ചിരുന്നില്ല. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവസന്നിധിയിൽ സഹവാസത്തിൽ കഴിയുവാനായിരുന്നെങ്കിലും ആ അനുസരണക്കേട് മൂലം, ആദ്യ മനുഷ്യന്റെ അനുസരണക്കേട് മൂലം പർദീസായിൽ നിന്ന് പുറത്തായ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് സഹവാസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. അലക്സാണ്ട്രിയയിൽ സിറിൽ പിതാവ് പറയുന്നുണ്ട്, ഇത് സാധ്യമാക്കി തന്നത് ഈശോയാണ്. ഈശോ മനുഷ്യനായി ഈശോ മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ മതിൽ ഭേദിക്കുകയാണ്. പിതാവിന്റെ പക്കലേക്ക് മനുഷ്യന് പ്രവേശനം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായ മിശിഹ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് മനുഷ്യപ്രകൃതി, ഏത് മനുഷ്യപ്രകൃതിയാണോ മിശിഹ സ്വീകരിച്ചത്, ആ മനുഷ്യപ്രകൃതിയിൽ പങ്കുപറ്റുന്ന നമുക്കെല്ലാവർക്കും പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരു വാതിൽ അവിടെ നിന്ന് തുറന്നു തരികയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തോമാസ് ലീഹ ചോദിക്കുന്നുണ്ടല്ലോ, പോകുന്നെന്ന് പറയുമ്പോൾ നീ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്കറിയത്തില്ല, പിന്നെ എങ്ങനെ വഴി അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ വലിയ ദൈവശാസ്ത്രപരമായ ഒരു പ്രഖ്യാപനം, വെളിപ്പെടുത്തൽ ഈശോ നടത്തുന്നുണ്ടല്ലോ. ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന്. ഈശോയാണ് വഴി, പിതാവിന്റെ പക്കലേക്കുള്ള വഴി ഈശോയാണ്. ഏക വഴിയേ ഉള്ളൂ, അവിടുന്നിലൂടെ മാത്രമേ പിതാവിന്റെ പക്കൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈശോ വ്യക്തമാക്കുകയായിരുന്നു. പോയറ്റീഴ്സിലെ ഹിലരി പറയും, വഴി എന്ന നിലയിൽ അവൻ സത്യത്തിലേക്ക് നമ്മെ നയിക്കും, സത്യം എന്ന നിലയിൽ അവൻ ജീവനിൽ നമ്മെ ഉറപ്പിക്കും. പിതാവിലേക്കുള്ള വഴി അവൻ മാത്രമാണ്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ മാത്രമാണ് പിതാവിലേക്കുള്ള വഴി. ആ വഴി തുറന്നു തരുന്നതും അവനാണ്. അപ്പോൾ അവനില് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ സത്യം വഴി എന്നുള്ള നിലയിൽ അവൻ സത്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. സത്യം എന്താണ്? പിതാവായ ദൈവത്തെ ഈശോ വെളിപ്പെടുത്തുന്നതാണ്. ആ വെളിപ്പെടുത്തലിലേക്ക് നമ്മെ നയിക്കും. അവൻ ജീവനിൽ നമ്മെ ഉറപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ജീവനിൽ തന്നെ, ദൈവിക ജീവനിൽ നമുക്ക് പങ്കു നൽകുകയും ചെയ്യും. അപ്പോൾ താനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ ജീവനിലേക്ക് നയിക്കുന്ന വഴി താനാണ്. അത് താൻ പകർന്നു നൽകുന്ന, വെളിപ്പെടുത്തി നൽകുന്ന ആ സത്യത്തിലൂടെയാണ്. സത്യം ഈശോ തന്നെയാണ്. പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന മനുഷ്യനായി അവതരിച്ച നസറായൻ ഈശോ തന്നെയാണ് സത്യം. സത്യം എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം, അലയത്തെയ്യ എന്ന പദത്തിന്റെ അർത്ഥം മറനീക്കുക എന്നാണല്ലോ. പഴയ നിയമത്തിലെ പിതാവിന്റെ മുഖം അല്പം അവ്യക്തമായിരുന്നു, വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ആ മുഖം, പിതാവിന്റെ മുഖം നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയാണ്. അതുകൊണ്ടാണ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർപ്പാപ്പ എപ്പോഴും പറയുമായിരുന്നത്, മനുഷ്യനായി അവതരിച്ച ഈശോയിൽ നമ്മൾ പിതാവായ ദൈവത്തിന്റെ മുഖമാണ് കണ്ടത് എന്ന്. പിതാവിന്റെ മുഖം നമ്മൾ മനുഷ്യനായ ഈശോയിൽ കണ്ടു. അപ്പോൾ അവിടുന്ന് വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ദൈവിക ജീവനിലേക്ക് നമ്മെ നയിക്കുന്നവനാണ് അവിടുന്ന്. ഫിലിപ്പോസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് പോകുന്നിടത്തേക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ, അങ്ങോട്ടുള്ള വഴിയും അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പിതാവിനെ കാണിച്ചു തരണമെന്നാണല്ലോ ഫിലിപ്പോസ് പറയുന്നത്. അപ്പോൾ പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കുന്നു, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസ് നിനക്കെന്നെ മനസ്സിലായില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവും ഞാനും ഒന്നാണ് എന്നുള്ള ആ സത്യം, ഈശോയുടെ പ്രവർത്തികൾ, ഈശോയുടെ വാക്കുകൾ പിതാവിന്റെ തന്നെ പ്രവർത്തികളും വാക്കുകളുമാണ് എന്നാണ് ഫിലിപ്പോസിന് ഈശോ വ്യക്തമാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ആ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യം, 3 വ്യക്തികളുണ്ടെങ്കിലും ഏകദൈവമായിരിക്കുന്ന ആ ഐക്യമാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഈശോയില്, ഈ സത്യത്തിൽ വിശ്വസിക്കുന്നവര് ഈ ദൈവത്തിന്റെ ജീവനിൽ തന്നെയാണ് പങ്കുപറ്റുന്നത്, ഈ കൂട്ടായ്മയിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നാണ് ഈശോ വ്യക്തമാക്കുന്നത്. ഈ കൂട്ടായ്മയുടെ കണ്ണിയായി നിലകൊള്ളുന്നത് റൂഹാദ് കുരിശാ തമ്പുരാനുമാണ്. റൂഹാദ് കുരിശായെക്കുറിച്ചും നമ്മൾ ഈ 14-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ ശ്രവിക്കുന്നുണ്ടല്ലോ. നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന റൂഹ, ആ ത്രിത്വത്തിന്റെ കമ്മ്യൂണിയന്റെ ബോണ്ടായിരിക്കുന്ന റൂഹ തന്നെയാണ് മാമോദീസായിൽ നമുക്കും ലഭിക്കുന്നത്. ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മയും ഉൾച്ചേർക്കുന്നതും ഈ റൂഹ തന്നെയാണ്. റൂഹായുടെ പ്രവർത്തനമാണ്, കമ്മ്യൂണിയന്റെ ബോണ്ടാണ് റൂഹ എന്നാണല്ലോ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സുവിശേഷമാണ് സ്ലീഹന്മാർ പ്രഘോഷിച്ചിരുന്നത്. ഇത് പ്രഘോഷിക്കരുത് എന്നായിരുന്നു സാൻഹെദ്രിൻ സംഘം സ്ലീഹന്മാരെ വിലക്കിയിരുന്നത്. അപ്പോൾ ഗമാലിയേൽ എന്നുള്ള സർവാദരണീയനായിരുന്ന ആ ഫരിസയൻ നേതാക്കന്മാരോട് പറയുന്നുണ്ടല്ലോ, ഫരിസയരോട് പറയുന്നുണ്ടല്ലോ,
ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് തടയാൻ സാധിക്കുകയില്ല, മനുഷ്യരിൽ നിന്നാണെങ്കിൽ തന്നെ പരാജയപ്പെട്ടു പോയിക്കൊള്ളുമെന്ന്. അതാണല്ലോ സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഈ സ്ലീഹന്മാരുടെ പ്രഘോഷണം, അത് മിശിഹായെക്കുറിച്ചുള്ള അവരുടെ അനുഭവമാണ് എന്നുള്ള സത്യം തെളിയിക്കുന്നതാണ്. ഇന്നും ഈ 20 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ സത്യം അവികലമായിട്ട് കലർപ്പില്ലാതെ ലോകത്തിൽ കൈമാറ്റപ്പെടുന്നതും അനേകായിരങ്ങൾ ലക്ഷങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നതുമല്ല. ഉയിർപ്പിന്റെ അർത്ഥം മനുഷ്യാവതാരത്തിലൂടെ അവിടുന്ന് സാധിച്ച ലക്ഷ്യം വെച്ച ആ മനുഷ്യരക്ഷ, തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ പൂർത്തിയാക്കിയ ആ രക്ഷയുടെ അർത്ഥം എന്താണ് എന്ന്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് ഇന്നത്തെ വായനകളെല്ലാം വ്യക്തമാക്കുന്നത്. ഒന്നാമത് ഈശോ തന്നെയാണ് യഥാർത്ഥ വഴി, ജീവനിലേക്കുള്ള വഴി അവിടുന്നാണ്. അപ്പോൾ അവിടുന്ന് വിശ്വസിക്കുന്നവര്, അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നവര്, അവിടുത്തെ ഉടമ്പടിയുടെ പ്രമാണം, സ്നേഹത്തിന്റെ പ്രമാണം പാലിക്കുന്നവര്, അവിടുന്ന് കാണിച്ചു തന്ന നീതിയും ന്യായവും പാലിക്കുന്നവര് നിശ്ചയമായും അവിടുത്തെ ജീവനിൽ, ദൈവിക ജീവനിൽ പങ്കുപറ്റും. അതവിടുന്ന് സാധിക്കുന്നത് പകർന്നു നൽകുന്ന വെളിപ്പെടുത്തലിലൂടെയാണ്. സുവിശേഷങ്ങളിലെ ഈശോയുടെ ആ വെളിപ്പെടുത്തലാണ്, സത്യമാണ് അവിടുന്ന്. ആ സത്യം മനുഷ്യരൂപം ധരിച്ചവനാണ് ഈശോ. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുന്നതിനുള്ള ഒരു ആഹ്വാനം കൂടി ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്നുണ്ട്. വീണ്ടും മിശിഹായ് ആണ് നമുക്ക് റൂഹായെ നൽകുന്നത്, മിശിഹായിലുള്ള വിശ്വാസമാണ്. ഈ റൂഹാദ് കുദിശായാണ് പരിശുദ്ധ ത്രിത്വമായിട്ടുള്ള ആ ഐക്യത്തിന്, കമ്മ്യൂണിയനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത്. 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എന്റെ കൽപ്പന പാലിക്കും, ഞങ്ങൾ അവന്റെ പക്കൽ വന്ന് വാസമുറപ്പിക്കുമെന്ന്. ആ ഞങ്ങൾ എന്ന് പറയുന്നത് പുത്രൻ പറയുമ്പോൾ പിതാവിനെയും റൂഹാദ് കുദിശായും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതാണ് വിശ്വസിക്കുന്നവരായ നമ്മിൽ സംഭവിച്ചിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ വാസസ്ഥലമായി നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ വിശ്വസിക്കുന്നവരുടെ സമൂഹം അത് സ്വർഗത്തിലാണ് പൂർണ്ണമാകാൻ പോകുന്നത്. അവിടേക്കാണ് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ വിശ്വസിക്കുന്നവർ ഇവിടെ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കൂട്ടായ്മയിലാണ്. തിരുസഭ ആ സ്വർഗീയ കൂട്ടായ്മയുടെ, പരിശുദ്ധ ത്രിത്വവുമായുള്ള ആ കൂട്ടായ്മയുടെ ഒരു മുന്നാസ്വാദനമാണ് ഈ ഭൂമിയിൽ നൽകുന്നത്. അപ്പോൾ സ്നേഹത്തിൽ വർത്തിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മളും ഈ സ്വർഗീയ അനുഭവം, ഈ കൂട്ടായ്മയുടെ അനുഭവം, പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ കൂട്ടായ്മയിലുള്ള ആ അനുഭവം ഇവിടെ തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതിന്റെ മുന്നാസ്വാദനം ആണുള്ള പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നതും. ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ സഹവാസത്തിൽ കഴിഞ്ഞുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിന്റെ വക്താക്കളായി, പ്രഘോഷകരായി മാറുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.